ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ ത്യാഗമേശമായി, തരുമോ രക്ഷതൻ സൗഭാഗ്യം. ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ ത്യാഗമേശമായി, തരുമോ രക്ഷതൻ സൗഭാഗ്യം. അർപ്പകരായി തീരാം, അർച്ചനയായി തീരാം, സദയം വരുമോ നാഥാ. അർപ്പകരായി തീരാം, അർച്ചനയായി തീരാം, സദയം വരുമോ നാഥാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാളാണ് ഇന്ന് തിരുസഭ സാഘോഷം കൊണ്ടാടുക. പഴയ നിയമത്തിൽ സാമുവൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ ഒരമ്മയുടെ ഹൃദയം നൊന്തുള്ള പ്രാർത്ഥനയുണ്ട്. സാമുവൽ പ്രവാചകന്റെ അമ്മയായ ഹന്നയുടെ പ്രാർത്ഥന പുരോഹിതന് പോലും തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിലുള്ള ഒരു പ്രാർത്ഥന. അവസാനം അവളുടെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുമെന്ന് പുരോഹിതന് ഉറപ്പ് കൊടുക്കുമ്പോൾ സന്തോഷത്തോടുകൂടി അവൾ തിരിച്ചു പോകുന്നുവെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. തൻ്റെ മകന് ലഭിച്ചതിന് ശേഷം തിരികെ വന്ന് ദൈവത്തിന് നന്ദി പറയുന്ന ഹന്ന ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: എൻ്റെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്ന്. സങ്കീർത്തകൻ പറയുന്നു, കർത്താവിലാണ് എൻ്റെ ആനന്ദമെന്ന്. പരിശുദ്ധ അമ്മയും ഇതുപോലൊരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്: എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നുവെന്ന്. ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് തൻ്റെ ഹൃദയത്തെ ചേർത്ത് വെച്ച പരിശുദ്ധ അമ്മയുടെ ഹൃദയം വിമല ഹൃദയമാകാതിരിക്കുക സാധ്യമല്ല. നമ്മുടെ ഹൃദയങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. അവിടെ ദൈവത്തിൻ്റെ രക്ഷയിലൂടെ ആനന്ദത്തിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ. അത് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിലേക്ക് ഒക്കെ ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് നമ്മുടെ ഹൃദയവും ചേർത്ത് വയ്ക്കുവാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ ബലിയിൽ നമുക്ക് പങ്കുചേരാം. ഈ ബലിക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുവാൻ പാപങ്ങളെക്കുറിച്ചോർത്ത് മനസ്തപിച്ച് അനുതാപത്തോടെ ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ
പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, പരിശുദ്ധാത്മാവിന് യോഗ്യമായ സ്ഥലം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഹൃദയത്തിൽ അങ്ങൊരുക്കിയല്ലോ. ഈ കന്യകമാതാവിൻ്റെ മധ്യസ്ഥതയാൽ അങ്ങയുടെ മഹത്വത്തിൻ്റെ യോഗ്യമായ ആലയങ്ങളായി തീരുവാൻ ഞങ്ങളെ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു: അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതരായ ജനതയെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യം അണിയുന്നതുപോലെയും വധു ആഭരണഭൂഷിതയാകുന്നതുപോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. മണ്ണിൽ മുള പൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുൻപിൽ നീതിയും സ്തുതിയും ഉയർത്തുവാൻ കർത്താവ് ഇടയാക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു. ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുഭിക്ഷം അനുഭവിക്കുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു. വിശപ്പ് അനുഭവിക്കുന്നവർ സംതൃപ്തി അടയുന്നു. വന്ധ്യ 7 പ്രസവിക്കുന്നു. സന്താന സമ്പത്തുള്ളവർ നിലാരംഭയാകുന്നു. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കർത്താവെ ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പാതാളത്തിലിറക്കുകയും അവിടുന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവാണ്. താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്നും ഉയർത്തുന്നു. അഗതിയെ കുപ്പയിൽ നിന്നും സമുദ്ധരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥലങ്ങളിൽ അവകാശികളാക്കുന്നു. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ധ്യാനിച്ച കന്യകാമറിയം അനുഗ്രഹീതയാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറൂസലേമിൽ പോയിരുന്നു. ഈശോയ്ക്ക് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ ഈശോ ജെറൂസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാരാകട്ടെ അത് അറിഞ്ഞുമില്ല. അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണും എന്ന് അവർ വിചാരിച്ചു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ
യേശുവിനെ തിരക്കി അവർ ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ ഈശോയെ ദൈവാലയത്തിൽ കണ്ടെത്തി. ഈശോ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. ഈശോയെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ട്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഈശോ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈശോ തങ്ങളോട് പറഞ്ഞത് എന്ത് എന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ ഈശോ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ അൾത്താരമുന്നിലായിടുന്നു. എൻ ജീവനേ, എൻ ജീവനാഥ, ദാനമായി നീയേകും നന്മകളെല്ലാം ഞാൻ തിരുമുൻപിലേകുന്നു കാണിക്കയായി. തിരുസ്നേഹബലിയോടു ചേർക്കേണമേ, എന്നെ നീ സ്വന്തമാക്കേണമേ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ അൾത്താരമുന്നിലായിടുന്നു. എൻ ജീവനേ, എൻ ജീവനാഥ, എൻ ജീവഭാരവും മിഴിനീർക്കണങ്ങളും ഉയരുന്ന കാസയിൽ ഏകിടാം ഞാൻ. നിന്യാഗവേദിയിൽ നിറയുന്ന സ്നേഹം നീ കനിവാർന്നു നൽകണമേ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ അൾത്താരമുന്നിലായിടുന്നു. എൻ ജീവനേ, എൻ ജീവനാഥ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. കാരുണ്യവാനായ ദൈവമേ, പരിശുദ്ധ ദൈവമാതാവായ മറിയത്തിൻ്റെ സ്മരണയാഘോഷിച്ചുകൊണ്ട് അർപ്പിക്കുന്ന അങ്ങേ വിശ്വാസികളുടെ പ്രാർത്ഥനകളും കാഴ്ചദ്രവ്യങ്ങളും തൃക്കൺ പാർക്കുമാറാകണമേ. അങ്ങനെ ഇവ അങ്ങേക്ക് പ്രീതികരമായി ഭവിക്കുകയും ഞങ്ങളിൽ ഇവ പാപമോചനവും സഹായവും അങ്ങയുടെ ശക്തിയും സാന്നിധ്യവും ചൊരിയുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമീൻ. കർത്താവ് നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുന്നത് സർവോപരി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഓർമ്മയാചരിച്ചുകൊണ്ട്
അങ്ങയുടെ തന്നെ കാരുണ്യം പ്രീതികരമായ പ്രഘോഷണം വഴി മഹത്വപ്പെടുത്തുന്നതും യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചുകൊണ്ട് അവൾ വഴി മനുഷ്യരക്ഷയുടെ ഉടയവനായ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ പ്രദാനം ചെയ്തപ്പോൾ സത്യമായും ലോകമാസകലം അങ്ങ് മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുകയും അങ്ങയുടെ കാരുണ്യത്തിൻ്റെ സമൃദ്ധി യുഗങ്ങൾ തോറും വ്യാപിപ്പിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അവിരാമം അങ്ങേ സ്തുതിഗീതികൾ ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഈശോയുടെ പരിശുദ്ധാത്മാവ് ഈ അൾത്താരയിൽ ഇറങ്ങുന്ന ഈ നിമിഷങ്ങളിൽ ഈ അപ്പത്തോടും വിഞ്ഞിനോടുമൊപ്പം നമ്മളെ തന്നെ പരിപൂർണമായി ചേർത്ത് വയ്ക്കാം. ഈ അൾത്താരയിൽ ചേർത്ത് വയ്ക്കപ്പെടുന്നതൊക്കെ വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന വലിയ വിശ്വാസത്തോടുകൂടെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നിയോഗങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവർ അനുഭവിക്കുന്ന വേദനകളുടെ അസ്വസ്ഥതകളുടെ നിമിഷങ്ങൾ, പ്രത്യേകിച്ച് രോഗത്തിൻ്റെ ഈ അസ്വസ്ഥതകളിൽ വ്യത്യസ്തമായ മേഖലകളിൽ വിവിധങ്ങളായ ആശങ്കകളും ഒരുപക്ഷെ നിരാശയുമൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ അസ്വസ്ഥതയോടുകൂടെ ഇതിനെ നോക്കി നിൽക്കുന്നവരുണ്ട്. കൂടെ ഉണ്ടാകണമേ ദൈവമേ. ഈ അൾത്താരയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത് പോലെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ നിമിഷത്തിൽ. പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ ഈ കാണിക്കകൾ പവിത്രമാക്കേണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും
പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തയോടും മറ്റുള്ള മെത്രാന്മാരോടും വൈദിക ഗണത്തോടും സന്യസ്തരോടും സകല വിശ്വാസികളോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ കനിയണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരീ സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും പൂർവികരെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും വിശുദ്ധ ഔസപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടു കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. കർത്താവ് നമ്മെ പഠിപ്പിച്ചതനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താരാ, നിൻനാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിടുമായിടേണം. അന്നു വേണ്ടുന്നു പ്രാകാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക്
ഈ സമൂഹത്തിനും ഞങ്ങളുടെ ഏവരുടെയും കുടുംബങ്ങൾക്കും അങ്ങയുടെ സമാധാനവും സ്നേഹവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ, ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. എൻ്റെ യേശുവേ, അങ്ങ് ദിവ്യകാരുണ്യ കൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരേണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, നിത്യമായ പരിത്രാണത്തിൽ പങ്കാളികളായി തീർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങയുടെ പുത്രൻ്റെ മാതാവിൻ്റെ സ്മരണയാഘോഷിക്കുന്ന ഞങ്ങൾ അങ്ങേ കൃപയുടെ പൂർണ്ണതയിൽ അഭിമാനം കൊള്ളുകയും രക്ഷയുടെ നിരന്തര വർധന അനുഭവിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി.